മുട്ടുവേദന പലർക്കും പല രീതിയിലാണ് കാണപ്പെടുന്നത്. ചില ആളുകളുടെ മുട്ടിൻ്റെ ഇൻസൈഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണമെങ്കിൽ, ചില ആളുകളുടെ മുട്ട് ക്രോസ് പെയിൻ ആയിട്ടാണ്, മുട്ടിന് മൊത്തത്തിലായിട്ട് ക്രോസ് ആയിട്ട് പെയിൻ തോന്നുന്ന രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റു ചില ആളുകൾക്ക് സ്റ്റെയർ കയറുമ്പോഴാണ് കൂടുതൽ വേദന. ചില ആളുകൾക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്, ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കാം വേദന. ചില ആളുകളിൽ ഫുൾ ടൈം പെയിൻ അകത്തിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥ. ചില ആളുകൾ ഇരിക്കാൻ കഴിയാതിരിക്കുക, ചില പ്രത്യേകിച്ച് മുസ്ലിംസൊക്കെ ആണെങ്കിൽ നമസ്കരിക്കാനായിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ വജ്രാസനത്തിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് ചില ആളുകളിൽ. ഇത്തരം ഓരോരുത്തരിലും ഓരോ പ്രശ്നങ്ങളാണ് മുട്ടിന് കാണപ്പെടുന്നത്. സ്വതവേ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എല്ലാവരും മുട്ടുവേദനയ്ക്ക് ഒറ്റ മെഡിസിനാണ്, ഒറ്റ ട്രീറ്റ്മെൻറ്റാണ് എടുക്കുന്നത്. സത്യത്തിൽ മുട്ടിലേക്ക് വരുന്ന നാഡീ ഞരമ്പുകളെ മനസ്സിലാക്കി മുട്ടിന് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 99% മുട്ടുവേദനയെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. മുട്ടുവേദനയുടെ പ്രധാന വശങ്ങളിലൊന്ന് മുട്ടിന് വരുന്ന ഡീഹൈഡ്രേഷനാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മുട്ടിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും മുട്ടിൻ്റെ വെയിനുകൾ ഫ്രീ ആക്കുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇരിക്കാനും മുട്ടിന് വേദനയും മാറ്റാൻ കഴിയുന്നതാണ്.